ഔട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകരുടെ ഡെയിലി ഒരു സെന്റിമെന്റൽ വർക്ക്ഔട്ട് അങ്ങനെയാ. ഒരു കാര്യം ചെയ്യും എന്റെ മോനെ, നീ ഒരു കാര്യം ചെയ്യും. എന്റെ എക്സ്റേ ഓൾറെഡി ഞാൻ എടുത്തോണ്ടില്ല. നീ ഒരു പിച്ചാത്തിയ വെട്ടുകത്തി ഉണ്ടെങ്കിൽ ഇതൊന്ന് അറുത്ത് വെട്ടി മുറിച്ചിട്ട് എന്റെ കാലിന്റെ വീഡിയോ എടുക്കും. ഇത് ശരിയാണെങ്കിൽ മാത്രം. ഇപ്പോഴത്തെ ചില താരങ്ങൾ കാണിച്ചു ബിഗ് ബോസിലുള്ള നിങ്ങളുടെ ചില ആർട്ടിസ്റ്റുകൾ കാണിക്കുന്ന പോലെയുള്ള ഉഡായിപ്പല്ല ഈ സാധനം. ഇതെന്ന് പറയുന്ന ഒറിജിനൽ ആണെന്ന് ഞാൻ നിങ്ങളെല്ലാം കണ്ടു കാണും. നമ്മുടെ ജോമോൻ ജോഷിയും ദാസേട്ടൻ കോഴിക്കോടും കൂടെ കുറച്ച് നാളിന് മുമ്പ് എന്നെ ചുമന്നുകൊണ്ട് ഒരു ലൊക്കേഷനിൽ നിന്ന് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടില്ലേ? സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടു ഇങ്ങനെ തോന്നുന്നത്. അത് തൃശ്ശൂർ ആ ഷൂട്ട് നടന്ന സമയത്താണ്. ഇത് ഉണ്ടായ സമയത്തും വരാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേകതയുണ്ട്. അതെനിക്ക് അഭിമാനത്തോടെ പറയാം. ഞാൻ നല്ല നന്ദിയുള്ള ജർമ്മൻ ഷെപ്പേർഡ് അല്ലെങ്കിൽ അൽസേഷ്യൻ പട്ടിയെ പോലെയുള്ള ഒരു നല്ല പട്ടി എന്ന് പറയുന്ന ആളാണ്. ഞാൻ എപ്പോഴും എന്നെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഖുർആൻ ഉൾപ്പെടെയുള്ള വേദഗ്രന്ഥങ്ങൾ പറയുന്നു ജനങ്ങളിൽ അധികം പേർക്ക് നന്ദിയില്ല എന്ന്. പക്ഷെ എനിക്ക് നന്ദി കുറച്ച് കൂടുതലാണ്. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ചെയ്ത ആദ്യത്തെ പടമാണ് സ്വപ്ന സുന്ദരി എന്ന് പറയുന്ന പടം. 2, എൻ്റെ ഇനിയുള്ള ചോറ്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സിനിമ ഇൻഡസ്ട്രിയിലാണ്. ഞാൻ ഒടിഞ്ഞു കിടന്നത് കഴിഞ്ഞ മാസം 12-ാം തീയതി തൃശ്ശൂർ ഷൂട്ടിങ്ങിൽ വെച്ച് എനിക്ക് പറ്റിയ ആക്സിഡന്റ് സോഷ്യൽ മീഡിയയിലുള്ള പലരും അറിഞ്ഞതാണ്. എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ കിടന്നാൽ മതി, ഒരാഴ്ച കൂടെ ഉണ്ട്, 60 ദിവസം 2 മാസമാണ് റെസ്റ്റ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഇന്ന് എത്ര 48-50 ദിവസമോ. അടുത്ത ആഴ്ചയാകുമ്പോൾ പ്ലാസ്റ്റർ എടുക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് സിനിമ കഴിഞ്ഞു പോകും. അപ്പം എനിക്ക് ഒരു വിധമെങ്കിലും ഇവിടം വരെ എത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച പറ്റിയില്ല. ഷെജിൻ എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പം ഞാൻ വീഡിയോ കോളിലൂടെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് ഒരു 45 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് കാലൊന്ന് അമർത്താവൂ എന്ന് വെച്ചു. അപ്പം ഇദ്ദേഹം ഇവിടെ നിന്ന് വണ്ടി വിട്ട്, ഇന്നലെ ഇവിടെ നിന്ന് വണ്ടി വിട്ട്, ഇന്ന് ആദ്യം പറഞ്ഞത് ഇന്ന് രാവിലെ കാറ് ട്രിവാൻഡ്രത്തേക്ക് വിട്ടിട്ട് അവിടെ നിന്ന് ഇന്നോവ അവിടെ വിട്ടിട്ട് അവിടെ നിന്ന് എന്നെ എടുത്ത് കൊണ്ടുവരും. പക്ഷെ ഇവിടെ ഇന്ന് രാവിലെ വരുമ്പോൾ ഈ റോഡ് കാരണം, ബ്ലോക്ക് കാരണം നിങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നലെ തന്നെ രാത്രി വന്ന് YMCAയിൽ റൂം എടുത്ത് അവിടെ കിടന്നിട്ട് ഇന്ന് ഈ നിങ്ങളുടെ പരിപാടി അല്ലെങ്കിൽ ഈ പ്രൊമോഷന് വേണ്ടി നമ്മുടെ ഇതിലേക്ക് വന്നപ്പോൾ എൻ്റെ ആത്മാർത്ഥയെ നീ വെറും പുറം കാലം കൊണ്ട് ചവിട്ടി തേച്ച് കളഞ്ഞല്ലടാ മോനെ. ഒന്ന് ആലോചിച്ചു പോയിരിക്കണം. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥയോടെ പെരുമാറുന്ന പലർക്കും പലപ്പോഴും വിലയില്ലാതെ അവർ അഭിനയമാണോ എന്ന ചോദ്യമാണ്. നീ അഭിനയമാണോ എന്നുള്ള ചോദ്യമാണ് ചിലർ ചോദിക്കാൻ സാധ്യതയുള്ളത്. നീ അത് ചോദിച്ചത് കൊണ്ട് ഐ ലവ് യുടാ, സത്യമാണ്. അത് പറയും. അതങ്ങനെ സാത്താന്റെ സന്തതികൾ കുറെ എണ്ണം എല്ലായിടത്തും ഉണ്ട്. ദൈവത്തിന്റെ സന്തതികളും ഉണ്ട്, സാത്താന്റെ സന്തതികളും ഉണ്ട്. അതുകൊണ്ട് നല്ലത് ചെയ്താൽ കുറ്റം പറയുന്നവരും ഉണ്ട്, മോശം ചെയ്താൽ നല്ലത് പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ? 5 പേരിലും 5 പോലെ അല്ലേ?